ഹായ്, എല്ലാവർക്കും ജറാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ ചായ മൺസ എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇത് വെച്ചിട്ടുള്ളൊരു തോരനാണ് ചെയ്യുന്നത്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളൊരു ലീഫി വെജിറ്റബിളാണിത്. ഇത് ചിലരുടെ എല്ലാം വീട്ടിൽ കാണും, പക്ഷേ അറിഞ്ഞിടാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലീഫ് എടുത്ത് ഇന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം. താഴെ കാണുന്ന ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മിക്കവാറും എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണതും എല്ലാം ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പികളൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചീര പറിച്ചെടുത്തതിന് ശേഷം അതിൽ പുഴുവോ അല്ലെങ്കിൽ ചെലന്തി വലയോ ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. സാധാരണ ചീര അരിയുന്നത് പോലെ ഫൈനായിട്ട് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. തേങ്ങ വേണമെങ്കിൽ കൂടുതലിടാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്, മുളക് പൊടിയല്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കുറച്ച് ചുമന്നുള്ളി, ഒരു 7-8 ചുമന്നുള്ളി ഉണ്ട്. സവാള വേണമെങ്കിൽ എടുക്കാം, ചുമന്നുള്ളി ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട, പക്ഷെ വെളുത്തുള്ളി കറിയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്യണം തേങ്ങയുടെ കൂടെ ഇട്ടിട്ട്. അപ്പം ഞാനിതെല്ലാം ഒന്ന് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, പകുതി കൂടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കടുക് വറുക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി, അരയ്ക്കണ്ട. പിന്നെ ഇത് മിക്സിയിലിട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുത്താലും മതി. അപ്പം ഞാനിത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യട്ടെ. അപ്പം ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിതിൽ കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി, ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പൊന്ന് ചൂടായതിനു ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം വേവുള്ള ചീരയാണ്, അതുകൊണ്ട് കുറച്ച് ഒരു വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. ഫ്ലെയിം ഞാൻ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. അത് വളരെ ചെറിയ തീയിൽ നിന്ന് ആവി കൊണ്ട് വെന്ത് വരണം. തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവും, അടിപ്പിടിക്കും ഒക്കെ ചെയ്യും. അതുകൊണ്ട് സിമ്മിലിട്ട് വളരെ പതുക്കെ ഒന്ന് ആവി കയറി, കണ്ടില്ലേ ആവി വരുന്നുണ്ട്, ആവിയിൽ അത് വെന്തോളും. അപ്പം ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം.
വെന്തിട്ടില്ല. ഇത് കുറച്ച് വേവുള്ള ചീരയാണ്. നമ്മൾ സാധാരണ ചീര പോലത്തെ പെട്ടെന്ന് ആവി തട്ടി ഉടനെ വേവുന്ന ചീര എന്നുള്ളത് കുറച്ച് വേവുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വേവണം. ഒരു 5 മിനിറ്റും കൂടെ ഞാനത് സിമ്മിലിട്ട് വെച്ചേക്കാൻ പോവാണ്. അപ്പോൾ വേവും. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചീര തോരൻ്റെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീര തോരനാണിത്. ഒരുപാട് ഹെൽത്ത് വൈറ്റമിൻസ് ഒക്കെ ഉള്ള അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. So thank you for watching the video. See you again in the next video. Bye bye.